സോ ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ക്ലിനിക്കൽ സെറ്റിങ്സിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. ആൻഡ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷന്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, എലമെൻറ്റ്സ് പഠിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഒക്കെ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രാക്ടീസ് മോഡലാണ്. ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് എല്ലാവരുമായിട്ട് ടീം മെമ്പേഴ്സുമായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്ത് പിന്നെ അവരുടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടൊക്കെയാണ് ഒരു പേഷ്യൻറ്റിനെ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാക്ടീസ് മോഡലുകളാണ്. അതായത് എങ്ങനെയൊക്കെയാണ് അത്രയും നല്ല നേഴ്സ് ആവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്. സോ അതിൽ ആദ്യത്തെ മോഡലിൽ പറയുന്നത് ട്രഡീഷണൽ മോഡലാണ്. പണ്ട് മുതലേ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനൊന്ന് പഠിപ്പിക്കാറില്ല, അതുപോലെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. സിമ്പിൾ, അതാണ് ട്രഡീഷണൽ മോഡൽ. ഇനി പ്രിസെപ്റ്റീവ് മോഡലും ഉണ്ട്, കൊളാബറേറ്റീവ് മോഡലും ഉണ്ട്. ഈ രണ്ട് ടേംസും ഏകദേശം സിമിലർ ആയിട്ട് വരുന്നുണ്ട്. രണ്ടിടത്തും നമുക്ക് പ്രിസെപ്റ്റർ പറയാം അല്ലേ. പ്രിസെപ്റ്ററിനകത്ത് ഒരു നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള നേഴ്സ് സ്റ്റുഡൻറ്റിനെ നോക്കുന്നുണ്ട്, ഒരു 1-to-1 ഒക്കെ പറയാം. അതേസമയം അവർ പേഷ്യൻസിനെ നോക്കുന്നുണ്ട്, ഒരു കാര്യമാണ്. ഇനി കൊളാബറേറ്റീവ് മോഡലിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 5-6 പേര് എല്ലാം അവിടുത്തെ ഒരു 10-12 സ്റ്റുഡൻസിനെ ദേ ലുക്ക് ആഫ്റ്റർ ദം. അതേ സമയം തന്നെ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ട്. നമ്മുടെ കൂടെ എല്ലാം ടീച്ചേഴ്സ് വരുന്നത് അവർ നമ്മളെ പഠിപ്പിക്കുക എന്ന ഇൻറ്റൻഷനിലാണ് മാത്രം വരുന്നത്, അല്ലാതെ ഹോസ്പിറ്റലിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നൊന്നുമില്ല. നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് അവർ വരുന്നത്. സിമിലർലി ഈ പറയുന്ന ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിലും ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് പ്രിസെപ്റ്റർ മോഡലിൽ സ്റ്റാഫ് നേഴ്സ് പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ട് ആൻഡ് സ്റ്റുഡൻറ്റിനെ നോക്കുന്നുണ്ട്. കൊളാബറേറ്റീവ് മോഡലിലാണെങ്കിൽ അവിടെ നേഴ്സുമാർ പേഷ്യൻസിനെ നോക്കുന്നുണ്ട്, സ്റ്റുഡൻസിനെ നോക്കുന്നുണ്ട്. ഇനി ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് മോഡലിനകത്ത് ഒരു ഡ്യുവൽ വർക്കാണ്. നേഴ്സുമാർ നേഴ്സ് മാനേജേഴ്സായിട്ടും വർക്ക് ചെയ്യും, എഡ്യൂക്കേറ്റേഴ്സായിട്ടും വർക്ക് ചെയ്യും. ഇത് ഇത്രയാ പ്രാക്ടീസ് മോഡലാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. ട്രഡീഷണൽ മോഡൽ, പ്രിസെപ്റ്റർ മോഡൽ, കൊളാബറേറ്റീവ് മോഡൽ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് മോഡൽ. ഈ 4 മോഡലും പഠിച്ചല്ലോ. അടുത്തയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ടീച്ചർ. ടീച്ചർ വന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് പോകും അല്ലേ. ശരിക്കും ഒരു നല്ലൊരു ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എപ്പോഴും സ്റ്റുഡൻസിന് വേണ്ടി അവൈലബിൾ ആയിരിക്കും. ചില ടീച്ചേഴ്സ് ഭയങ്കര ഡെഡിക്കേറ്റ് ആയിരിക്കില്ലേ, 10 മണിയല്ല 12 മണി whatever, അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും സ്റ്റുഡൻസിന് വേണ്ടി ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നത്. സോ പിന്നെ എപ്പം ചില ടീച്ചേഴ്സ് നമ്മൾ പറയാറുണ്ട്, എപ്പം വിളിച്ചാലും ടീച്ചർ അവൈലബിൾ ആയിരിക്കും, എപ്പം വിളിച്ചാലും ടീച്ചർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും സ്റ്റുഡൻസിന് വേണ്ടി. പിന്നെ അസിസ്റ്റ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും അവർ. പിന്നെ ക്ലിനിക്കലി അവർ ഭയങ്കര കോമ്പീറ്റൻ്റ് ആയിരിക്കും. നമ്മൾ ചിലർ വിചാരിക്കാറുണ്ട്, ഈ BSc നഴ്സിംഗ് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും അവർ പഠിപ്പിക്കാനായിട്ട് പോകുന്നതെന്ന്. ബട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ചിലർക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായിരിക്കും. അവർക്ക് വെറുതെ പഠിപ്പിക്കാനായിട്ട് പറ്റൂല. അവരെന്ത് ചെയ്യണം? BSc കഴിഞ്ഞ് എക്സ്പീരിയൻസ് നേടിയിട്ടാണ് അവർ വരുന്നത്. സോ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് MScക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ അവരും സ്കിൽഫുള്ളാണ് ഭയങ്കരമായിട്ട്, അവർക്ക് നോളേജ് കൂടുതലാണ് നമ്മളെക്കാട്ടും. ആൻഡ് ഒരു ടീച്ചർ ഒരിക്കലും നല്ല ടീച്ചറാണെങ്കിൽ they will never judge us. ഒരു സ്റ്റുഡൻറ്റ് ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നും പറഞ്ഞ് അവനാണ് ഏറ്റവും വലിയ തോൽവി എന്ന് വിചാരിക്കില്ല അവർ. ഓക്കെ. ഇനി റോൾ മോഡൽ. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മൾ ഇത്രയും വർഷം പഠിച്ചു വന്നതിൽ നമ്മുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറിൻ്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും കാണും അവരുടെ ലൈഫ് ടൈമിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ പേര്. നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിലിടണം കേട്ടോ. ആൻഡ് പിന്നെ റോൾ മോഡലായിരിക്കും അവർ. നമുക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും, അതേസമയം അവർ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ
ഫീഡ്ബാക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ദെൻ ഇൻവോൾവിങ്, നമ്മളെയും കൂടി അവർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിരിക്കും. ആൻഡ് ക്ലിനിക്കൽ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇനി റൈറ്റിംഗ് ക്ലിനിക്കൽ ലേണിംഗ് ഔട്ട്കം ആൻഡ് പ്രാക്ടീസ് കോമ്പീറ്റൻസ്. ഇതിനകത്ത് വരുന്നത് ഒന്നാമത്തത് ഐഡൻറ്റിഫൈങ് ദ പേർപ്പസ്, എന്തിനു വേണ്ടിയാണെന്ന്. രണ്ടാമത്തത് കൺസൾട്ട് റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ ഇൻവോൾവിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബാക്കിയുള്ള അതേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, എല്ലാവരുമായിട്ടുള്ളൊരു കൊളാബറേഷൻ. ഇനി യൂസ് ആക്ഷൻ വേർഡ്സ്, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ വേർബ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ ബി സ്പെസിഫിക് ആൻഡ് ക്ലിയർ. ഇപ്പം ചിലയിടത്ത് ആം എന്ന് എഴുതി വെച്ചിരുന്നാൽ അത് അമോക്സിസിലിനാണോ ആംഫിസിലിനാണോ എങ്ങനെ അറിയാൻ പറ്റും? സോ വി ഷുഡ് ബി വെരി ക്ലിയർ. ദെൻ യൂസ് ബ്ലൂംസ് ടാക്സോണമി. താഴെ നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ദെൻ ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെ വലിയൊരു ട്രയഡ് അവിടെ വേണം. ഇൻക്ലൂഡ് റെലവൻറ്റ് കണ്ടന്റ്. ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം. ഇനി യൂസ് ഡിഫറൻഷ്യൽ ഡൊമെയിൻസ്, കൊഗ്നിറ്റീവ് ഡൊമെയിൻസ്, യൂസ് മെഷറബിൾ ക്രൈറ്റീരിയ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടിട്ട് BP കുറയുന്നെന്ന് തോന്നുന്നു, കണ്ടിട്ട് പൾസ് കൂടുതൽ അടിക്കുന്നു എന്ന് തോന്നണം, ഇങ്ങനെ പറഞ്ഞാലോ നമ്മളിപ്പോൾ ഒരു BP മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നോക്കണം, സ്പിഗ്മോമാനോമീറ്റർ, അങ്ങനെ ഓരോ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് വേണം മെഷർ ചെയ്യേണ്ടത്. ദെൻ ഇൻകോപ്പറേറ്റീവ് ക്ലിനിക്കൽ കോണ്ടസ്റ്റ്. തിയറി പഠിച്ച് അത് ക്ലിനിക്കൽ കണ്ടീഷനുമായിട്ട് നമ്മൾ എത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റും, അതാണ് ഈ ഇൻകോപ്പറേറ്റിംഗ് ക്ലിനിക്കൽ കോണ്ടസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സീക്ക് ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക്. പേഷ്യൻറ്റിന് യൂട്ടിലൈസ് ആയോ എന്നൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ, മാറ്റം ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെയൊന്ന് നമുക്ക് നോക്കാം. ദെൻ റിവ്യൂ ആൻഡ് റിവൈസ്. വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യാം. ദെൻ അലൈനിങ് വിത്ത് അസസ്മെൻറ്റ് മെത്തേഡ്. ഇപ്പം കാർഡിയോവാസ്കുലാർ, റെസ്പിറേറ്ററി, ന്യൂറോമസ്കുലാർ, അങ്ങനെ എല്ലാം നമ്മൾ ഒന്ന് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കണം. ദെൻ പ്രയോറിറ്റൈസ് സേഫ്റ്റി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. ഓക്കെ, പേഷ്യൻ്റെ സേഫ്റ്റി നോക്കുക, ആൻഡ് എത്തിക്സ് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റൈറ്റിംഗ് ക്ലിനിക്കൽ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ പ്രാക്ടീസ് കോമ്പീറ്റൻസിനകത്ത് വരുന്ന പോയിന്റുകൾ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനോട് വരുന്നത് ക്ലിനിക്കൽ ലേണിംഗ് സ്ട്രാറ്റജീസ്. ഇതിനകത്ത് ടോട്ടൽ 14 പോയിന്റാണ് ഉള്ളത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, അതൊരു ചാപ്റ്ററിൻ്റെ പകുതിയോളം നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം ഒരു ചാപ്റ്ററിൻ്റെ പകുതിയോളം നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പകുതിയും വരുന്നത് ഈ ഒരു ഹെഡിങ് ആണ്. ഒരു ഹെഡിങ്ങേ ഉള്ളൂ, 14 പോയിന്റേ ഉള്ളൂ. എല്ലാം എളുപ്പമാണ്. ഗെയിംസ്, എങ്ങനെയാണ് ഗെയിംസ് നമുക്ക് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ ചെറിയ പോയിന്റ്സ് അത്രേ ഉള്ളൂ. നമുക്ക് പഠിക്കാം ഈ 14 പോയിന്റ്. അതിൽ ആദ്യത്തെ ഏതാണ്? പേഷ്യൻ്റ് അസസ്മെൻറ്റ്. എന്താണ് ഈ പേഷ്യൻ്റ് അസസ്മെൻറ്റ്? ഓരോ ഹോസ്പിറ്റലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പം ഓരോ നഴ്സുമാർക്കും 2-3 പേഷ്യൻറ്റിനെ വെച്ച് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ഒരു നഴ്സിന് മാത്രമായിരിക്കും. മാത്രമല്ല ബാക്കിയുള്ള നഴ്സുമാർക്കും റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ കൂടുതലും ഇപ്പം ഒരു ഡോക്ടർ വരുന്നുണ്ട്, ഈ പേഷ്യൻറ്റിനെ കുറിച്ച് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ അവരാണ് ബ്രീഫ് ചെയ്യാനായിട്ടുള്ളത്. എന്തൊക്കെ വൈറ്റൽ ചേഞ്ചസ് ആണ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് എന്നെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ടുള്ളത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി, പേഷ്യൻ്റ് അസൈൻമെൻറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴും വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ വേർഡ്സ് വേണം പേഷ്യൻറ്റുമായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ അഡ്മിനിസ്ട്രേഷന് നമ്മൾ ഈ കുറേ പേഷ്യൻസിന് ഇത്രയും നമ്പർ ഓഫ് നഴ്സുമാർ എന്ന രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി മെഡിക്കൽ എമർജൻസീസ് എന്തെങ്കിലും വന്നു, മെഡിക്കൽ കണ്ടീഷൻ വന്നു, എമർജൻസി വേണോ, അതിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ഹോസ്പിറ്റല് പെട്ടെന്ന് കോഡ് ബ്ലൂ വിളിച്ചു, എല്ലാവരും ഓടി അങ്ങ് പോയി CPR കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലോ, നോ, ഇതിന് വേണ്ടി 1-2 പേരെ പ്രത്യേകം അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ വേണം പെട്ടെന്ന് പോയി, ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ. അപ്പം ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്.
ദെൻ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം ആൻഡ് ഗെറ്റ് ഇനഫ് ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു പ്ലാൻ ദ വർക്ക്. ഇപ്പം നമുക്ക് ഒരുപാട് വർക്ക് ഇപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു പേഷ്യൻറ്റിന് 2 പേഷ്യൻ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അവരെ കുറിച്ചുള്ള മാക്സിമം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പ്ലാൻ ചെയ്യാം, എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്കവിടെ ചിന്തിക്കാനുള്ള ടൈം കിട്ടും. മറ്റേത് ഒരുപാട് പേഷ്യൻസ് ആകുമ്പോഴത്തേക്ക് ആരെ നോക്കണം എന്നുള്ളൊരു ഐഡിയ പോലും അവിടെ കിട്ടാറില്ല. ഓക്കെ, ഇനി ഇൻക്ലൂഡ് ഇൻഫോർമേഷൻ ഫ്രം ബോത്ത് നഴ്സിംഗ് ഓർഡേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഓർഡർ. ഡോക്ടർ പറയുന്ന ഓർഡറും പിന്നെ നമ്മുടെ മുമ്പത്തെ ഷിഫ്റ്റിലുള്ള സിസ്റ്റർമാർ പറയുന്ന ഓർഡറും അതൊക്കെ ഒന്ന് നോക്കുക. അപ്പം തന്നെ സ്റ്റുഡൻറ്റ് നേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 5-6 പേഷ്യൻസിനെ നമുക്ക് അസൈൻ ചെയ്ത് തരും. നമ്മൾ അവരുടെ കാര്യങ്ങൾ വേണം ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ഓർഡർ നോക്കണം, നഴ്സസ് ഓർഡർ നോക്കണം. ദെൻ ഓർഗനൈസ് ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ അസൈൻമെൻറ്റ്. അതൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ഫോളോ ദ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ആൻഡ് മേക്കിംഗ് അസൈൻമെൻറ്റ്. ദെൻ പ്ലാനിങ് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പം ഹെഡ് നേഴ്സ് വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് തരും. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അധികം ടൈം എടുക്കാതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മളായിട്ട് തന്നെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഷുഡ് ബി മെയ്ഡ് ബൈ ദ ഹെഡ് നേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നേഴ്സിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് പേഷ്യൻ്റ് അസൈൻമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്നാമത്തത് പേഷ്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ചില പേഷ്യൻറ്റിന് ഭയങ്കര ടെമ്പർ ആയിരിക്കും, മീൻസ് ആ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ തന്നെ ഒരു സിസ്റ്റർ വേണം. ചില പേഷ്യൻസ് ഭയങ്കര പാവം നല്ല സ്വഭാവമുള്ളവരായിരിക്കും, ആ ഒരു സിസ്റ്റർ മതിയായിരിക്കും 5-6 പേഷ്യൻസിനെ നോക്കുക. അതിനനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനി എത്രത്തോളം റിസോഴ്സസ് ആണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ ഓർഗനൈസേഷണൽ സപ്പോർട്ട് എങ്ങനെയാണ്, പിന്നെ ആൻഡ് ടൈപ്പ് ഓഫ് നഴ്സിംഗ് കെയർ ഡെലിവറി, മീൻസ് എന്തൊക്കെയാണ് നഴ്സിംഗ് കെയർ ഡെലിവറി ആണ് എന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ചിലയിടത്തൊക്കെ ആൻറ്റിനേറ്റൽ മദേഴ്സിനെ നോക്കുന്ന പോലെയല്ല ഒരു സൈക്യാട്രിക് പേഷ്യൻറ്റിനെ നോക്കുന്നത്. സോ അതിനനുസരിച്ച് നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തയാണ് ക്ലിനിക്കൽ കോൺഫറൻസ് എന്താണ്, അതും കൂടെ നമുക്ക് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ. ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് വെച്ച് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ക്ലിനിക്കൽ കോൺഫറൻസ്. കുറേ സ്റ്റുഡൻസ് ഒരുമിച്ച് നിന്നിട്ട് കുറേ സ്റ്റുഡൻസൊക്കെ ഒരുമിച്ച് നിന്ന് അവർ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ കോൺഫറൻസ്. പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ക്ലിനിക്കൽ കോൺഫറൻസ് ഇസ് എ ഗ്രൂപ്പ് ലേണിംഗ് എക്സ്പീരിയൻസ് വിച്ച് ഇസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. ഇത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് തിയറിയും പ്രാക്ടീസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ടും കഴിയും. വിച്ച് ഇസ് സെഡ് ബൈ ബില്ലിംഗ് DM. Clinical conference is a group clinical experience which is an integral part of clinical experience. It provides students with meaningful learning experience and opportunity to bridge the gap between theory and the practice, said by Billing DM and Halsted. ഈ പറയുന്ന ക്ലിനിക്കൽ കോൺഫറൻസ് കൊണ്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാ മെമ്പേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ സംഭാവനകൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാനും സാധിക്കും. ആൻഡ് മീറ്റ് ദ ഗോൾസ് ക്ലിനിക്കൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ദെൻ ഈ ഒരു എൻവയൺമെൻറ്റ് സ്റ്റുഡൻസിന് അവരുടെ നോളേജ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 3 ടൈപ്പാണുള്ളത്: പ്രീ ക്ലിനിക്ക്, മിഡ് ക്ലിനിക്ക്, പോസ്റ്റ് ക്ലിനിക്ക്. പ്രീ ക്ലിനിക്കിൽ കോൺഫറൻസിന് മുമ്പ് ഒരു ടൈമാണ്. മിഡ് ക്ലിനിക്ക് നമ്മളെല്ലാം നമ്മൾ പറയും. പോസ്റ്റ് ക്ലിനിക്ക് ലാസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും ഇതിനെക്കുറിച്ച്. അതാണ് പോസ്റ്റ് ക്ലിനിക്ക്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലേണിംഗ് എൻവയൺമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും. ടീം വർക്ക് ഉണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ നമുക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ ഡെവലപ്പ് ചെയ്യും. ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് പ്രൊമോട്ട് ചെയ്യും. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രൊമോട്ട് ചെയ്യും.
ആൻഡ് തിയറിയും പ്രാക്ടീസിൻ്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജ്, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്വന്തമായിട്ട് സെൽഫ് റിഫ്ലക്റ്റിംഗ്, പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് റിഫ്ലക്റ്റിംഗ്. ഇനി പറഞ്ഞേക്ക് എളുപ്പമാണ്. ഇനി നമ്മൾ ഇത് ക്ലിനിക്കൽ കോൺഫറൻസ് ഒരു കുറേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയല്ലോ, ഇന്ന പേഷ്യൻറ്റിന് ഇന്നതായിരുന്നു പേഷ്യൻറ്റിലുപരി ഡയഗ്നോസിസ് ഇങ്ങനെയായിരുന്നു, ക്ലിനിക്കൽ സിംറ്റംസ് അങ്ങനെ കാണിച്ചു എന്നൊക്കെ അങ്ങനെ നമ്മൾ പറയും. അപ്പോഴത്തേക്കും അവരും ഇങ്ങനെ ആയിരുന്നില്ല, അവർ കണ്ട പേഷ്യൻറ്റ് COPD ഉള്ള പേഷ്യൻ്റ് ഇങ്ങനെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പറയുന്നത് വഴി നമുക്ക് കുറച്ചും കൂടി സ്കില്ല് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന ചില സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവും. അതിൽ എന്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. സോ ക്ലിനിക്കൽ കോൺഫറൻസിൽ ഇതൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ ഡെഫിനിഷൻ പറയണം, ക്യാരക്ടറിസ്റ്റിക്സ് പറയണം, ടൈപ്സ്, പ്രീ ക്ലിനിക്ക്, മിഡ് ക്ലിനിക്ക് ആൻഡ് പോസ്റ്റ് ക്ലിനിക്ക് പറയാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യണം. സോ ഇപ്പം നമ്മൾ പറഞ്ഞത് മെയിൻലി പ്രാക്ടീസ് മോഡൽസ് ആണ് പറഞ്ഞത്. ട്രഡീഷണൽ, റിസെപ്റ്റർ, കൊളാബറേറ്റീവ് ആൻഡ് ഇൻറ്റഗ്രൽ മോഡൽ. പിന്നെ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ക്ലിനിക്കൽ സ്ട്രാറ്റജീസിൽ 14 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 പോയിന്റ് നമ്മൾ പഠിച്ചു, പേഷ്യൻറ്റ് അസൈൻമെൻറ്റും ആൻഡ് ക്ലിനിക്കൽ കോൺഫറൻസും. ഓക്കെ, ബാക്കിയുള്ളത് എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിങ്, ഗെയിം, ഡിബേറ്റ്, അതെല്ലാം നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. അതും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആവും. ആൻഡ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടാറ്റാ.